ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഓൾഡ് യൂട്യൂബേഴ്സിലെ കേസ് നമ്മുടെ കേരളത്തിലെ കില്ലാടത്തരം കളിച്ച് അവരൊക്കെ ഐഡി ഇൻസ്പെക്ടിംഗ് ആണ്, വെറും ഐഡി ഇൻസ്പെക്ടിംഗ് അല്ല. അവരെ അക്കൗണ്ടിൽ ഇപ്പൊ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ, എത്രയാണ് പ്രൈം ലെവൽ, എത്ര റാങ്ക് ഉണ്ട്, ഇപ്പോഴും കളിക്കാറുണ്ടോ നമുക്കറിയാണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ എന്താ വെച്ചാല് ഇതേപോലത്തെ കണ്ടന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ ഇതിൽ വേറെ യൂട്യൂബേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ലിസ്റ്റിൽ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ലിസ്റ്റിലെ ഫസ്റ്റ് യൂട്യൂബർ എന്ന് വെച്ചാല് നമ്മളിപ്പോ യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് മാറിയിട്ട് വേറെ രീതിക്കുള്ള കണ്ടന്റ് ഇടുന്ന ഒരു യൂട്യൂബറാണ്. വേറെ ഒരു കണ്ടന്റ് അല്ല, ജസ്റ്റ് ഒരു ഇത് തരാം, നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. എന്താ വെച്ചാല് നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിന്റെ അൺബോക്സിങ് ഒരു റിവ്യൂ കാലം പറഞ്ഞ യൂട്യൂബറാണ്. ആരാ കിട്ടിയിട്ടാവില്ല, നമ്മുടെ സ്വന്തം പ്രോക്കള്ളൻ. ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെ ആയാലും നല്ല റിവ്യൂവർ ആയിട്ട് നമ്മളെ പ്രോക്കളർ മാറിയിട്ടുണ്ട്. പിന്നെ വ്ളോഗും നല്ല രീതിയിലുള്ള വ്ളോഗും ഉണ്ട് ഇപ്പോ. അപ്പോ പുള്ളിക്കാരന്റെ ഐഡിയ നമ്മൾ ആദ്യം സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളെ പ്രോക്കളന്റെ ഐഡിയ എന്നുള്ള. നമ്മളെ പ്രോക്കളന്റെ ഐഡിയ വേണ്ടവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. കാരണം വെച്ചാല് അധികം ആൾക്കാരെയും ഒരു നല്ലൊരു യൂട്യൂബർ ആയിരുന്നു. നമ്മുടെ ഫ്രീ ബർമുഡയിലത്തെ എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ പറയായിരുന്നു. നമ്മളെ പ്രോക്കളന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു ഗൈസ്. പിന്നെ പുള്ളിക്കാരന്റെ ഐഡി ഇപ്പോ 30 days എബോ ആയി. ഇനാക്ടിവിറ്റി പ്രൈം ലെവൽ 1 ആണ് എന്നുള്ള. റാങ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺസ് ഒക്കെ ആണ്. വലിയ റാങ്ക് ഒന്നുമില്ല. പിന്നെ വെപ്പൺസ് വിസിറ്റ് ലിസ്റ്റ് എന്നാണ് ആൾക്കാർ പ്രൊണൗൺസിയേഷൻ, സോറി. അപ്പോ അത് ഒന്ന് എന്തോ ഉള്ളൂ. അപ്പൊ നമ്മളിലെ അടുത്ത മെമ്പർ ആരാന്ന് നോക്കിയാലോ ഗൈസ്. അപ്പോ നമ്മളിലെ രണ്ടാമത്തെ വ്യക്തി വെച്ചാല് കേരളത്തില് നല്ല രീതിക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് സിംഗിൾ അല്ല കപ്പിളായിട്ട് നല്ല രീതിക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വരുന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എന്താ പറഞ്ഞൂടാ, പെട്ടെന്ന് നിർത്തിപ്പോയ വ്യക്തിയായിരുന്നു. നമ്മുടെ ആളാരെന്ന് വെച്ചാൽ നമ്മുടെ നിയാംബ്രോ ഐഡി കാലൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ സ്പെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നിയാംബ്രോന്റെ ഐഡി. പുള്ളിക്കാരൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. സെല്ല് വെച്ചാൽ നല്ലൊരു അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് ഐഡി എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കിടിലം പോലത്തെ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവ് ആണ്. പ്രൈം ലെവൽ വരുന്നത് 8 ആണ്. ഡയമണ്ട്സും കാലൊക്കെ പുള്ളിക്കാരൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നോക്കി നടത്തുന്ന ആൾക്കാരും പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇത് തന്നെ 7 years old ആണ്. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം 2 max ആണ്. M2 max ആണ്. പിന്നെ ഗിൽഡ് നോക്കുന്ന ഒരു ബംഗാളി ഗിൽഡാണ്. ബംഗാളിയാണ് ഇപ്പൊ അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് ആക്റ്റീവ് ആണ് പുള്ളിക്കാരൻ. അപ്പോ ഇപ്പൊ എന്താ അറിയൂടാ, പെട്ടെന്നാണ് കണ്ടന്റ് കാലൊക്കെ നിർത്തിപ്പോയത്. ഇപ്പൊ യൂട്യൂബില് മാഞ്ഞു പോയിട്ടുണ്ട്. അയാളെ ഇപ്പൊ പുതിയതായിട്ടുള്ള മെമ്പേഴ്സിനെ ആയിരിക്കും അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ഈ അടുത്ത മെമ്പറിനെ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഈ അടുത്ത മെമ്പർ വെച്ചാൽ നമ്മളെ ഫ്രീ ഫയറിന് എന്തോ ഇഷ്യൂ വന്നിട്ട് പെട്ടെന്ന് നിർത്തിപ്പോയ ഒരു വ്യക്തിയായിരുന്നു. നല്ല ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിലിട്ട് നമ്മളേവരും ഒരു ആഗ്രഹിച്ചായിരുന്നു പുള്ളിയുടെ വീഡിയോ വരണം, അല്ലെങ്കിൽ കംബാക്ക് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ വളർച്ച കിട്ടുന്നില്ല, മറ്റാരുമല്ല നമ്മുടെ ജിന്നീസ് ഹിയർ ആണ്. അപ്പോ ഈ പുള്ളിക്കാരന്റെ ഐഡിയ കാലൊക്കെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ പുള്ളിക്കാരന്റെ ഐഡിയ എന്നുള്ള. ഇത് പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ മിയൻബ്രോനൊക്കെ പോലെ സെല്ല് ചെയ്ത ഐഡിയ ആണ്. ഇപ്പൊ ഇത് ആക്റ്റീവ് ആണ്. നമുക്ക് നോക്കുവാണെങ്കിൽ പ്രൈം ലെവൽ 8 ആണ് ഇതിലുള്ളത്. ഇപ്പോഴും ഡയമണ്ട് പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗിൽഡ് നോക്കുവാണെങ്കിൽ ഒരു ബംഗാളി ഗിൽഡിലാണ് ഇപ്പൊ കിടപ്പുള്ള. പുള്ളിക്കാരൻ തന്നെയാണ് ഓണർഷിപ്പ് ഉള്ളത്. അപ്പോ പ്രൈം ലെജൻഡ് ഒക്കെയാണ്. പിന്നെ നമ്മുടെ AK ഒക്കെ നോക്കുക, പുള്ളിക്കാരൻ ഫുൾ മാക്സ് ആയിട്ടുള്ള സാധനമാണ്. നല്ല രീതിക്ക് കണ്ടന്റ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ബാഡ്ജസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ബാഡ്ജസ്, ഓൾഡ് ബാഡ്ജസ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. ഓവർലൈൻ നോക്കണ്ടല്ലേ, ഓവർവ്യൂ ഒന്ന് നോക്കണമല്ലേ. ഇപ്പോ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് പോയി. ഇപ്പോ നമ്മുടെ ഗെയിമിൽ അത് സെല്ല് ചെയ്തിട്ട് ഇപ്പൊ ആരോ ഏതോ ബംഗാളിയൊക്കെ കളിക്കുന്നുണ്ട് അതില്. അപ്പൊ നമ്മൾ അടുത്ത മെമ്പറിനെ നോക്കിയാലോ ഗൈസ്. നമ്മൾ അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളെ ഗെയിമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ യൂട്യൂബേഴ്സിൽ എല്ലാവർക്കും ഒരു ഹെയ്റ്റ് പോലും ഇല്ലാത്ത നല്ല രീതിയിൽ കണ്ടന്റ്സ്, നല്ല വൈബ് കണ്ടന്റ്സ് ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ അവസ്ഥ വെച്ചാൽ എപ്പെങ്കിലും കയറി വരും, പിന്നെ ഇറങ്ങിപ്പോവും. യൂട്യൂബില് മറ്റേ 2 മാസത്തിന്റെ മുകളിലായ പുള്ളിക്കാരൻ്റെ ഫ്രീ ഫയർ കണ്ടന്റ് ഇട്ടിട്ട് ഈ ഇടയ്ക്കൊരു മൈൻക്രാഫ്റ്റ് കണ്ടന്റ് ഇട്ടായിരുന്നു. പക്ഷെ നമ്മളെ ഫ്രീ ഫയർ കണ്ടന്റ് അത്ര വൈബില്ല. ഞാൻ പറഞ്ഞ് വളഞ്ഞ് നീട്ടുന്നില്ല, മറ്റാരുമല്ല നമ്മുടെ AJ ഗെയിമിംഗ് സോൺ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം വേറൊരു പേരുണ്ട്, അജ്മൽ.
പുള്ളിക്കാരന്റെ ഐഡി കാലൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്തായാലും നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മുടെ ഗെയിമിംഗ് സോണിന്റെ ഐഡി നമ്മൾ കാണിച്ചു തരാം. കിടിലം പോലത്തെ ഐഡി ഗൈസ്. പുള്ളി ഇപ്പൊ വേറെ ഏതോ ഐഡിയിലാണ് കളിക്കുന്ന. ഈ ഒരു ഐഡി കാലൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറയണ്ടല്ലോ ഗൈസ്, പുള്ളിയുടെ ഐഡി എങ്ങനെ ഉണ്ടാവും ഞാൻ തന്നെ പറഞ്ഞ് വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഏതാ ഐഡി സീനേരി ബാഡ്ജസ് നോക്കുവാണെങ്കിലും പ്രൈം ലെവൽ 8 ഇപ്പോഴും ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം പ്ലേ ആണെങ്കിൽ ഇപ്പോഴും കളിക്കുന്നത് ഗൈസ് ആക്റ്റീവ് ആണ് ഗെയിമിൽ. പിന്നെ ഗൺ കളക്ഷൻ നോക്ക് ഗൈസ്. പിന്നെ ടീഷർട്ടൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ കൊള്ളാട്ടാ. ഏതാ സാധനം നമ്മുടെ AJ ഗെയിമിങ്ങിന്റെ അക്കൗണ്ട് തന്നെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണം ചിന്തിക്കാം. പിന്നെ മാച്ചസ് ഒക്കെ എടുത്ത് നോക്കി നമുക്ക് പറയാം. UMP ഒക്കെ നോക്കാം, പിന്നെ MP40 നോക്കാം. നല്ല രീതിയിലുള്ള കളക്ഷൻ ഉള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ AJ ഗെയിമിംഗ് സോണിന്റെ. ഇപ്പൊ നിലവിൽ ആക്റ്റീവ് അല്ല പുള്ളിക്കാർ ഈ ഒരു അക്കൗണ്ടിൽ ആക്റ്റീവ് അല്ല, പുള്ളിക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവ് ആണ്. അപ്പോ നമ്മളെ അടുത്തൊരു മെമ്പറിലേക്ക് പോയാലോ. അപ്പൊ അതിൽ പോന്നിട്ട് വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാത്തൊരു കമന്റ് ചെയ്യുക. പിന്നെ അതിന്റെ അപ്പുറത്തൊരു ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പൊ നമ്മൾ അടുത്തൊരു മെമ്പറിലേക്ക് പോയാ നമ്മൾ അടുത്തൊരു വ്യക്തി വെച്ചാൽ നമ്മുടെ കേരളം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ഫയർ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ലൈവിലാവട്ടെ, കണ്ടന്റ് ആയിക്കോട്ടെ, ബോർഡ് ക്യാമ്പിന്റെ അകത്തായിരിക്കെ, എല്ലാത്തിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ഒരു കാലത്ത് നമ്മുടെ സ്വന്തം KMC കൊമ്പൻ. പുള്ളിക്കാരന്റെ ഐഡിയ കാലൊക്കെയാണ് നമ്മൾ സ്പെക്ട് ആക്കുന്നത്. പിന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, വി ബാഡ്ജ് കിട്ടിയ ഒരു പ്ലെയറും കൂടിയാണ് നമ്മുടെ KMC കൊമ്പൻ. ഇപ്പൊ നിലവിൽ പുള്ളിക്കാരൻ GTയുടെ സ്ട്രീമിങ്ങിലായിട്ട് പോവാണ്. പുള്ളിക്കാരൻ എന്താന്ന് പറഞ്ഞൂടാ, ഫ്രീ ഫയർ കണ്ടന്റ് കാലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ GTയുടെ കണ്ടന്റ് കാലൊക്കെ ലൈവും കാലൊക്കെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഇപ്പോഴും കൊമ്പാച്ച ഇഷ്ടമാണ്. കൊമ്പാച്ച വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് പ്ലീസ് ഏട്ടാ. അപ്പോ നമുക്ക് എന്തായാലും കൊമ്പാച്ചനെ ഐഡിയ കാലൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം. നമ്മുടെ കൊമ്പാച്ചനാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ല കേട്ടാ. ഗെയിമിലല്ല, അക്കൗണ്ട് തന്നെ സെല് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊമ്പാച്ചന് വി ബാഡ്ജ് ഉണ്ടാന്ന് തോന്നുന്നു. ഐഡി 8 ഉള്ളൂ, അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലൈക്സ് നോക്കുവാണെങ്കിൽ എത്ര ഇത് വായിക്കുന്നത് 346K. What the hell bro, ഒരാളെ സബ്സ്ക്രൈബർ കൗണ്ടിന് എത്ര ഉണ്ട് അവരുടെ ലൈക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ അക്കൗണ്ടിനെ പറ്റി പ്രത്യേകിച്ച് വിവരിച്ച് തരണ്ടല്ലോ. ബാഡ്ജൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ പ്രത്യേകിച്ച് എങ്ങനത്തെ പറയണോ, പ്രൈം ലെവൽ 8 ആണ്. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യമൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോഴും ഗെയിമിൽ ജസ്റ്റ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോ CG ഹരി എന്നാണ് ആക്കിയിട്ടുള്ള. CC ഹരി വൈറ്റി. മുമ്പ് ലാബ് എന്നായിരുന്നു പേരുണ്ടായത്. ഇപ്പൊ പേരൊക്കെ മാറ്റിയിട്ട് CC ഹരി വൈറ്റി ആക്കിയിട്ടുണ്ട്. ലാബ് എന്നുണ്ടായ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളെ കൊമ്പാച്ചന്റെ അക്കൗണ്ടിന്റെ വേറെ ആരോ വാങ്ങിച്ചെന്ന് തോന്നി ഒരു അക്കൗണ്ട്. അപ്പോ നമ്മളെ അടുത്തൊരു മെമ്പറിലേക്ക് പോയാലോ. നമ്മളെ അടുത്തൊരു മെമ്പർ വെച്ചാല് മറ്റാരുമല്ല, നമ്മുടെ യൂട്യൂബറും ഉപരി ഒരു സിനിമ ആക്ടറും കൂടിയാണ്. ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും. വേറെ ആരുമല്ല, ഒമേഗിളില് ചിരിപ്പിച്ച് നമ്മുടെ നല്ല നല്ല കണ്ടന്റ്സുകളും പിന്നെ യൂട്യൂബില് ഫ്രീ ഫയർ കണ്ടന്റ് ആയാലും നല്ല കണ്ടന്റ് കൊമ്മന്റെ മറ്റേ യൂട്യൂബ് ഫ്രീ ഫയർ ഐഡിന്റെ അന്ന് 10,000 ടൈമിന് അടിച്ച് കളയുന്ന 10,000 ടൈമിന് ഞാൻ വെറുതെ പൊട്ടിക്കുന്നൊക്കെ കണ്ടന്റ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരാന്നൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം കത്തിക്കണം, ഏകദേശം ഫുള്ള് കത്തിക്കണം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ ബ്രോ ആണ്. ഹിപ്സ്റ്റർ ബ്രോ ആണെങ്കിൽ ഇപ്പൊ ഫുള്ളായിട്ട് ഫ്രീ ഫയറിന് പോയി. ഫ്രീ ഫയറിൽ യൂട്യൂബ് തന്നെ പോയിട്ടുണ്ട്. ഒരു കണ്ടന്റ് പോലും ഇടാത്ത വർഷങ്ങളായി, ഷോർട്സ് പോലും. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹിപ്സ്റ്റർ ബ്രോ എന്തായാലും നിങ്ങൾ ഒരു വീഡിയോസ് ഇട്ടാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഒരു ഷോർട്സ് ഇട്ടാൽ തന്നെ ഞങ്ങൾ ഹാപ്പി ആവും. ഹിപ്സ്റ്റർ ബ്രോ പ്ലീസ് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട് ഒരു കണ്ടന്റ് ഒക്കെ ഇടാട്ടാ. പിന്നെ അപ്പൊ നമുക്ക് എന്താ ഹിപ്സ്റ്ററിന്റെ ഐഡിയ എടുത്ത് നോക്കിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹിപ്സ്റ്ററിന്റെ ഐഡിയ എന്നുള്ള. അപ്പോ ഐഡിയ കാണുമ്പോൾ തന്നെ അറിയാം കുറെ നാളായി 30 days എന്നൊക്കെ കാണിക്കുന്നത്. കൂടുതലായിട്ട് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ലൈക്കൊക്കെ 16K ലൈക്കൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ക്രിമിനലൊക്കെ ഇട്ടിരിക്കുകയാണ്. പ്രൈം ലെവൽ 1 ആണ്. അത് മൈനസ് അടിച്ച കാണും, കാരണം കുറേ ആയില്ല അക്കൗണ്ടിൽ ഇന്നാക്റ്റീവ് ആയിരുന്നത്, മൈനസ് അടിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ഹിപ്സ്റ്ററിന്റെ ഐഡിയ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ കമന്റ്. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കമന്റ് പറയാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.